ഇരിക്കൂർ താലൂക്ക് ആശുപത്രിയിൽ കിടത്തി ചികിത്സയും വൈകുന്നേരത്തെ ഒപിയും മുടങ്ങിയതോടെ ആശുപത്രിയെ ആശ്രയിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾ ദുരിതത്തിൽ. നാടകവും പകർച്ചവ്യാധികൾ പടരുമ്പോഴാണ് രോഗികൾ ചികിത്സ കിട്ടാതെ മടങ്ങേണ്ടി വരുന്നത്. ദിനംപ്രതി ആയിരക്കണക്കിന് രോഗികൾ ചികിത്സ തേടിയെത്തുന്ന മലയോരത്തെ പ്രധാന ആതുരാലയമാണ് ഇരിക്കൂർ താലൂക്ക് ആശുപത്രി. 600ഓളം രോഗികളാണ് ഒരു ദിവസം ആശുപത്രിയെ ആശ്രയിക്കുന്നത്. മഴക്കാല രോഗങ്ങളും പകർച്ചവ്യാധികളും തടയാൻ പ്രത്യേക സംവിധാനം ഒരുക്കുമെന്നും രാത്രികാല ഡോക്ടർമാരുടെ സേവനം ഉറപ്പുവരുത്തുമെന്നും പറഞ്ഞിരുന്നുവെങ്കിലും എല്ലാം ജലരേഖയായി മാറി. കിടത്തി ചികിത്സ നിലച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞു. 8 ഡോക്ടർമാർ വേണ്ടിടത്ത് നിലവിൽ DMO ഉൾപ്പെടെ 4 പേർ മാത്രമാണ് ഉള്ളത്. ഇതിൽ 2 പേർ അവധിയിലുമാണ്. ബാക്കിയുള്ള 2 ഡോക്ടർമാരാണ് നൂറുകണക്കിന് രോഗികളെ ഉച്ചവരെ ചികിത്സിക്കുന്നത്. വൈകുന്നേരങ്ങളിലടക്കം ചികിത്സ തേടി ഇവിടെയെത്തുന്ന രോഗികൾ നിരാശരായി മടങ്ങേണ്ട സ്ഥിതിയാണ്. ആശുപത്രിയുടെ ഭരണചുമതല ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റെടുത്തതിന് ശേഷമാണ് നാഥനില്ലാത്ത സ്ഥിതിയായതെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. ആശുപത്രിയുടെ ശോചനീയാവസ്ഥയ്ക്കെതിരെ മുസ്ലിം യൂത്ത് ലീഗ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. ഇനിയും നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ DMOയെ വഴിയിൽ തടയുമെന്ന് ഇരിക്കൂർ നിയോജകമണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജാഫർ സാദിഖ് പറഞ്ഞു. നല്ല രീതിയിൽ കാലങ്ങളായിട്ട് നടത്തി വന്നിരുന്നതാണ് ഇവിടെ കിടത്തി ചികിത്സ. പക്ഷേ ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റെടുത്തോടുകൂടി കിടത്തി ചികിത്സ നിർത്തലാക്കി. അതോടൊപ്പം തന്നെ ഈവനിങ് ഒ പി വളരെ നല്ല രീതിയിൽ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയിട്ട് കൊടുത്തതാണ്. പക്ഷേ ഈവനിങ് ഒ പി ഇപ്പം നിർത്തലാക്കി. സമരത്തിന്റെ ഫലമായിട്ട് 1-2 ദിവസങ്ങളിൽ ഈവനിങ് ഒ പി നടത്തുന്നുണ്ട്. പക്ഷേ അതൊന്നും ശാശ്വതമായിട്ട് ഇവിടെ രോഗികൾക്ക് ഉപകാരപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ പിന്നെ അതുപോലെ തന്നെ അവിടെ പോയാൽ കാണാൻ സാധിക്കും, ബോർഡിൽ ഇപ്പോഴും ഒരുപാട് ഡോക്ടർമാരുടെ പേരേജ് വെച്ചിട്ടുണ്ട്. പക്ഷേ ഡ്യൂട്ടിയിലാകെ 1-2 പേരെ ഉണ്ടാവുക. അത് ചോദിക്കുമ്പോൾ അവർ പറയും അത് മായ്ക്കാൻ മറന്നുപോയെന്നൊക്കെ പറയുന്ന ഒരു അഴകൊമ്പൻ സമീപനമാണ് അവർ പറഞ്ഞുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, അതിനുശേഷം CHC, അതിനുശേഷം താലൂക്ക് ആശുപത്രിയാക്കിയിട്ട് കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാർ അപ്ഗ്രേഡ് ചെയ്തതാണ്. പക്ഷേ അതിന് വേണ്ട സ്റ്റാഫ് പാറ്റേൺ ഒന്നും തന്നെ ഉണ്ടാക്കുവാനോ അതിലേക്ക് നടന്നെടുക്കുവാനോ സാധിച്ചിട്ടില്ല. ഉദ്യോഗസ്ഥന്മാരുടെയും അവിടെയുള്ള ജീവനക്കാരുടെയും ഡോക്ടർമാരുടെയും അനാസ്ഥയാണ് പ്രധാനപ്പെട്ട ഇതിന് കാരണം. ഇത് ഏറ്റെടുത്തുകൊണ്ടാണ് യൂത്ത് ലീഗ് കഴിഞ്ഞ ആഴ്ച മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. ഈ മാർച്ചും ധർണയും കണ്ട് അധികാരികൾ കണ്ണു തുറക്കുന്നില്ലെങ്കിൽ ഇനി അടുത്തായിട്ട് DMO ഓഫീസിലേക്ക് ധർണയും DMOയെ വഴിയിൽ തടയുവാൻ വേണ്ടിയാണ് യൂത്ത് ലീഗ് ആലോചിക്കുന്നത്. പ്രതിഷേധത്തെ തുടർന്ന് നിലവിൽ സായാഹ്ന OP വഴിപാടായി വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. KC ജോസഫ് MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 1.5 കോടി രൂപയോളം ചെലവഴിച്ച് ആശുപത്രിക്കായി നിർമ്മിച്ച കെട്ടിടങ്ങൾ ഇപ്പോഴും ഉപയോഗിക്കാതെ കിടക്കുകയാണ്. സ്ത്രീരോഗ വിഭാഗം, അത്യാഹിത വിഭാഗം, കുട്ടികളുടെ വിഭാഗം, സർജറി തുടങ്ങിയവയെല്ലാം സ്വപ്നങ്ങളിൽ മാത്രമാണെന്നും ആക്ഷേപമുയരുകയാണ്. നബാർഡിന്റെ 11 കോടിയിലേറെ രൂപയുടെ കെട്ടിട നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചെങ്കിലും ഇതും ഇഴഞ്ഞു നീങ്ങുന്ന സ്ഥിതിയാണ്. ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റെടുത്ത മയിൽ CHSയോടും ഇരിക്കൂർ താലൂക്ക് ആശുപത്രിയോടും അധികൃതർ 2 തരം സമീപനമാണ് കാട്ടുന്നതെന്ന ആക്ഷേപവും ഉയർന്നുവരികയാണ്. ന്യൂസ് ബ്യൂറോ, ഇരിക്കൂർ.